ഭംഗിയുള്ളവരൊക്കെ നന്മയുള്ളവരാകണമെന്നില്ല, പക്ഷേ നന്മയുള്ളവരൊക്കെ ഭംഗിയുള്ളവരാണ്. കോപവും കൊടുങ്കാറ്റും ഒരുപോലെയാണ്. രണ്ടും ശമിച്ചതിനു ശേഷമേ അതുണ്ടാക്കിയ നാശം എത്രയാണെന്ന് തിരിച്ചറിയാനാകൂ. മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ചില നല്ല കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഭയക്കേണ്ടതില്ല. വിജയകരമായ ഒരു മനുഷ്യനാകുന്നതിനോളം ഉപരി മൂല്യമുള്ള മനുഷ്യനാകാൻ ശ്രമിക്കുക. മനുഷ്യനെ ഭ്രാന്തനാക്കാനും ഭ്രാന്തനെ മനുഷ്യനാക്കാനും കഴിയുന്ന ഒന്നേയുള്ളൂ ഈ ലോകത്ത്, അത് സ്നേഹം മാത്രമാണ്. പണമല്ല സന്തോഷത്തെ നിർണയിക്കുന്നത്, മനസമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ കഴിയുമെങ്കിൽ ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ സമയമെടുക്കും. അതുവരെ കരുതിയതൊന്നും സത്യമല്ലെന്ന് കാലം കാണിച്ചു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്കിറങ്ങുമ്പോൾ തോൽവിയെക്കുറിച്ച് ഭയക്കുകയോ അത് ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. സത്യസന്ധമായി ജോലി ചെയ്താൽ സന്തോഷം ലഭിക്കും. സങ്കടങ്ങൾ തിരമാലകൾ പോലെയാണ്, അവ അലയടിച്ചുകൊണ്ടേയിരിക്കും. കടലിനെ ജീവിതത്തോട് ഉപമിക്കാവുന്നതാണ്. കടലിലെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതുപോലെയാണ് മനുഷ്യ ജീവിതവും, അതിലെ സങ്കടവും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിന് വേണ്ടിയല്ല, ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത്. സ്വന്തം ദുഃഖത്തിനിടയിലും അന്യന്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ. വേദനിക്കുന്നവന്റെ കണ്ണുനീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല. അനുഭവിക്കുന്ന വേദനയോ കടന്നു പോകുന്ന അവസ്ഥകളോ പറഞ്ഞാൽ വേറൊരാൾക്കും മനസ്സിലാകില്ല എന്ന ചിന്തയിൽ നിന്നാണ് ഒരാളിൽ മൗനം പിറവി കൊള്ളുന്നത്. ഒരു വ്യക്തിയും മഹാനായി ജനിക്കുന്നില്ല. മറ്റുള്ളവർ കിടന്നുറങ്ങുമ്പോൾ മഹത്തരമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് മഹാന്മാരാകുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ശത്രുതയില്ലെങ്കിൽ പുറത്തുള്ള ശത്രുവിന് നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യാനാവില്ല. എല്ലാ ദിവസവും ഒരു വ്യക്തി നിങ്ങളുടെ ഹൃദയം തകർക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആ വ്യക്തിയെ ഒഴിഞ്ഞു പോകുമ്പോഴുള്ള താൽക്കാലികമായ ദുഃഖത്തെ നേരിടുന്നതാണ്. സ്നേഹിക്കുന്നില്ല എന്ന് നടിക്കുന്നത് പൊതുവെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ ശീലമാണ്. ഇതൊരു വൈകാരിക പ്രതിരോധ രീതിയാണ്. യോഗ്യനല്ലാത്ത ഒരാളോട് രഹസ്യം പറയുക എന്നത് ദ്വാരമുള്ള ഒരു പാത്രത്തിൽ ജലം നിറയ്ക്കുന്നതിന് തുല്യമാണ്. ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ ചെറിയ കാര്യങ്ങൾ വരെ അറിയാൻ താല്പര്യം കാണിക്കും. നിങ്ങളിൽ അഹങ്കാരം നിറയുകയാണെങ്കിൽ ജ്ഞാനത്തിന് ഇടമുണ്ടാകില്ല. അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല. നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ലോകത്തിന്റെ മുഴുവൻ സ്നേഹവും കൈവരിക്കാൻ ഒന്നു മാത്രം മതി: ആരെയും പറ്റി മോശമായി പറയാതിരിക്കുക. പണ്ട് സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ഓരോ പാഠവും കഴിയുമ്പോഴും പരീക്ഷകളായിരുന്നു. ഇന്ന് ജീവിതത്തിൽ ഓരോ പരീക്ഷകൾ കഴിയുമ്പോൾ മാത്രമാണ് ഒരു പാഠം പഠിക്കുന്നത്. ഊഹാപോഹങ്ങൾ വെച്ച് നമ്മൾ ആരെയും വിലയിരുത്തരുത്. നമ്മൾ ഊഹിക്കുന്നത് പോലെ ആകില്ല ചിലപ്പോൾ യാഥാർത്ഥ്യങ്ങൾ. ആവശ്യത്തിലധികം വെളിച്ചമാവരുത്, കാരണം ആവശ്യം കഴിയുമ്പോൾ അവരത് ഊതി അണയ്ക്കും. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോഴും ചെയ്യാത്തത് ചെയ്യുന്നതും ഒരുപോലെ തെറ്റാണ്. ആത്മവിശ്വാസം കുരുവിയെ പരുന്താക്കും, പൂവിനെ പൂന്തോട്ടമാക്കും, സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കും. നീ അവഗണിച്ച ശേഷവും ഒരൽപ്പം സ്നേഹത്തിനായി പിറകെ വരുന്നവരെ അവഗണിച്ചു പോകരുത്. വൻ നാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്യപൂർവ മനുഷ്യരാണവർ. ഭാഗ്യമെന്നത് സൗന്ദര്യമുള്ള ഒരാളെ കിട്ടുന്നതല്ല. ജീവൻ പോയാലും നമ്മെ വിട്ടു പോവില്ല എന്ന് ഉറപ്പുള്ള ഒരാളെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. വേഷങ്ങൾ മാറി മാറി അണിഞ്ഞാലും വാക്കുകൾ മാറ്റിമറിച്ചാലും എല്ലാം കാണുന്ന ഈശ്വരന് മുന്നിൽ ഒന്നും ഒളിക്കാൻ ആരാലും സാധ്യമല്ല. തന്നെക്കാൾ ബുദ്ധിമാൻ വേറെയില്ല എന്ന് ധരിക്കുന്ന വിഡ്ഢിയുടെ മുന്നിൽ അമ്പര വിഡ്ഢിയായി നിൽക്കാൻ അറിയുന്നവനാണ് വിവേകി.
വളരെ കുറച്ചാളുകൾ മാത്രമാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ളവർ നമ്മൾ എന്തു പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമാണ്. ചെറിയ ചെറിയ ചിലവുകളെ സൂക്ഷിക്കുക. ഒരു ചെറിയ ചോർച്ചയ്ക്ക് ഒരു വലിയ കപ്പലിനെ മുക്കിക്കളയാനാകും. സാധാരണമായ കാര്യങ്ങൾ അസാധാരണമായി ചെയ്യുക എന്നതാണ് വിജയത്തിന്റെ രഹസ്യം. നിങ്ങൾ എന്തെങ്കിലും ജോലിക്കിറങ്ങുമ്പോൾ തോൽവിയെക്കുറിച്ച് ഭയക്കുകയോ അത് ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. സത്യസന്ധമായി ജോലി ചെയ്താൽ സന്തോഷം ലഭിക്കും. നിങ്ങൾ എന്തു ചെയ്താലും നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടാകും. അതാണ് ജീവിതം. നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം ഉയർത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിപക്ഷവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ. ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. ഒരു തവണ വിജയിച്ചവരെക്കാൾ അറിവും അനുഭവവും പലതവണ തോറ്റവർക്കായിരിക്കും. ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം, ഒറ്റപ്പെട്ടേക്കാം, അവഗണിക്കപ്പെട്ടേക്കാം. ഒരിക്കലും ഒന്നിനും ആരുടെയും കാല് പിടിക്കരുത്. ഔദാര്യം കൈപ്പറ്റിയാൽ അടിമത്തം അനുഭവിക്കേണ്ടി വരും. ഏതൊരു ബന്ധത്തിന്റെയും ആഴം കൂട്ടുന്നത് സംസാരത്തിലൂടെയാണ്. സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും അകന്നു തുടങ്ങും. മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും കഴിയില്ല. എന്തിനെയാണോ നമ്മൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത്. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആത്മവിശ്വാസത്തോടെ ഓട്ടം ആരംഭിച്ചാൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുന്നേ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. ആത്മവിശ്വാസമില്ലെങ്കിൽ കുറഞ്ഞത് 2 തവണ തോൽക്കേണ്ടി വരും. ചിന്തിക്കാതെ സംസാരിക്കരുത്, മനസ്സിലാക്കാതെ വിധിക്കരുത്, സത്യമറിയാതെ ഊഹിക്കരുത്. നമ്മുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ചു നിൽക്കുക. മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും മാറ്റേണ്ടതില്ല. ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത്. അത് വിവേകശൂന്യമാണ്. എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുതയാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വരുന്നു, നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി. നിങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എത്രമാത്രം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അത്രത്തോളം മനസ്സിന് ഭാരം കൂടുതലാണ്. സത്യസന്ധത വളരെ ചിലവേറിയ സമ്മാനമാണ്. വില കുറഞ്ഞ ആളുകളിൽ നിന്നും അത് പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കുക. നിങ്ങൾ ചെയ്തത് ശരിയാണെങ്കിൽ അഭിപ്രായം പറയാതിരിക്കുക. രണ്ടും മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം ഉയർത്തുന്നു. ആവശ്യമുള്ളവർക്കല്ല, അർഹിക്കുന്നവർക്ക് നമ്മുടെ സമയം നൽകുക. അതാകുമ്പോൾ നമുക്ക് നഷ്ടബോധമുണ്ടാവില്ല. നിന്റെ സാഹചര്യം മറ്റുള്ളവന് ഒരു തമാശയായിരിക്കും. അവരിൽ ആ സാഹചര്യം എത്തുന്നത് വരെ മാത്രം. വാക്കുകൾ വെള്ളത്തിന്റെ കുമിളകൾ മാത്രമാണ്, പ്രവൃത്തികൾ സ്വർണത്തുള്ളികളാണ്. കുരയ്ക്കുന്ന ഓരോ നായയെയും കല്ലെറിയാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല. ഏറ്റവും തിളങ്ങുന്ന വെളിച്ചത്തിന് പോലും നിഴലുണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അഭിനന്ദനം ലഭിക്കുന്നിടത്തേക്ക് പോവുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും. സ്നേഹത്തിന്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ്. ബുദ്ധിയുള്ള ആളുകൾക്ക് സുഹൃത്തുക്കൾ കുറവാണ്. ഒരു വ്യക്തി എത്ര മിടുക്കനാണോ അത്രത്തോളം സൗഹൃദങ്ങളും കുറയുന്നു. ഊഹങ്ങൾ തെറ്റിയേക്കാം, പക്ഷെ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല. കാരണം ഊഹം നമ്മുടെ മനസ്സിന്റെ സങ്കല്പവും അനുഭവം ജീവിത പാഠവുമാണ്. ഒരു സ്ത്രീ അവളുടെ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ അതിനർത്ഥം അവൾ നിങ്ങളെ വിശ്വസിക്കുന്നു എന്നാണ്. ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത്.
കാരണം നിനക്ക് ഇന്നുള്ളതൊന്നും നാളെ ഉണ്ടാവണമെന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.